നമസ്കാരം, A1 ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ മുഴുവൻ പ്രദേശങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഹരിത കേരള മിഷൻ ശുചിത്വ സന്ദേശയാത്ര കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെയും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ചെറുപുഴ പഞ്ചായത്ത് തല പ്രവർത്തനം വാഗമണ്ഡലം പാലത്തിൽ നിന്ന് തുടങ്ങി. പ്രചരണ പരിപാടി പുളിങ്ങോം ടൗണിൽ ബോധവൽക്കരണം നടത്തി. കടകളിലും മറ്റു സ്ഥാപനങ്ങളിലും സ്റ്റിക്കർ പതിപ്പിച്ചു. ചുണ്ട സ്കൂൾ വൃക്ഷത്തൈകൾ കൈമാറിയും പ്രചരണ പ്രവർത്തനം നടത്തി. പുളിങ്ങോം ടൗണിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചന്ദ്രകാന്ത്, വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജോണി കാണ്ടാവനം തുടങ്ങിയവർ സംസാരിച്ചു. കൂടാതെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളും പൊതുജനങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങളും പ്രചരണ പ്രവർത്തനത്തിൽ സാന്നിധ്യം വഹിച്ചു. കണ്ണൂർ ജില്ലയിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായി നടത്തുന്ന ശുചിത്വ സന്ദേശയാത്ര പുളിങ്ങോത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ വർഷങ്ങളോളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി പഴയതിൽ നിന്നും കുറേ വ്യത്യാസമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പൂർണ്ണമായ ഗ്രാമമാക്കി മാറ്റുന്നതിന് അല്ലെങ്കിൽ ജില്ലയാക്കി മാറ്റുന്നതിന് നമുക്കിനിയും കുറേ കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിനോ ഏതെങ്കിലും വ്യാപാരി വ്യവസായികൾക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു ഏജൻസിക്കോ പൂർണ്ണമായി സ്വയമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇത് ചെയ്യണമെങ്കിൽ പൂർണ്ണമായും 100% ജനങ്ങളുടെ സഹകരണം ഉണ്ടായേ തീരൂ. വലിച്ചെറിയൽ ഒഴിവാക്കിയേ പറ്റൂ. ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഴയാണെങ്കിലും ഇപ്പോൾ ഈ ശുചിത്വ സന്ദേശ യാത്ര നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ലാ പഞ്ചായത്തും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും ചെറുപുഴ ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും കൂടി ചേർന്നാണ് കണ്ണൂർ ജില്ലയ്ക്കകത്ത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തരത്തിൽ ഒരു ശുചിത്വ സന്ദേശയാത്ര നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഇന്നലെ രാമന്തളി പഞ്ചായത്തിലെ പാലക്കോട് വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് ഇപ്പോൾ ചെറുപുഴ പഞ്ചായത്തിലാണ് ഈ സന്ദേശയാത്ര എത്തിയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ 2025 ആകുമ്പോഴേക്കും കേരളം മാലിന്യമുക്ത കേരളമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തന പരിപാടികളുമായിട്ടാണ് സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയുന്നത് പോലെ രോഗം വരാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് വ്യക്തി ശുചിത്വം പോലെ തന്നെ നമ്മുടെ പരിസരവും ശുചിത്വമുള്ളതാക്കി മാറ്റുന്നതിനു വേണ്ടി കഴിയണം. ഈ മേഖലയിൽ ധാരാളം ബോധവൽക്കരണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തുകളിലും ആ മാറ്റങ്ങൾ നമുക്ക് കാണുന്നതിനു വേണ്ടി കഴിയും. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ തലങ്ങളിലൊക്കെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയവരുണ്ട്. അവരെ ഒന്ന് അഭിനന്ദിക്കാനും അതോടൊപ്പം മലിനമാകുന്ന പ്രദേശങ്ങളുണ്ട്, അവരോടൊക്കെ കയറി പറഞ്ഞ് എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒത്തൊരുമിച്ച് കൊണ്ട് നമ്മുടെ നാടിൻ്റെ ശുചിത്വത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് ഈ സന്ദേശ യാത്രയിലൂടെ നൽകുന്നത്. ശുചിത്വ സന്ദേശയാത്ര പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളുമായി പര്യടനം നടത്തുകയാണ്. നമ്മുടെ പരിസരമാകെ ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ സന്ദേശമാണ് ഈ ശുചിത്വ സന്ദേശയാത്രയിലൂടെ നൽകുന്നത്. ഒരു നാടിൻ്റെ പുതിയൊരു സംസ്കാരം, നമ്മുടെ എല്ലാം വേസ്റ്റുകൾ അതെല്ലാം നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഉത്തരവാദിത്വം മറ്റാരുടെയോ എന്ന നിലയിലേക്ക് മാറുമ്പോൾ അങ്ങനെയല്ല. അത്തരം നിർമ്മാർജ്ജനങ്ങളുടെ ഉത്തരവാദിത്വം ഒരു സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള നാം തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവ് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ആഹ്വാനപ്രകാരം ഇത്തരമൊരു സന്ദേശ യാത്ര നടത്തുന്നത്. നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ശുചിത്വ മിഷൻ കേരളത്തിലെമ്പാടുമുള്ള സ്ഥലങ്ങൾ പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത രീതിയിൽ
സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും രോഗങ്ങൾ തടയുന്നതിനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടും പുളിങ്ങോം ടൗണിൽ ശുചിത്വ സന്ദേശയാത്ര സംഘടിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ ഏകോപന സമിതി പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നു. പുളിങ്ങോം ടൗണിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അവരുടേതായിട്ട് ഉത്തരവാദിത്തത്തിൽ ഇപ്പോൾ തന്നെ മാറ്റം ചെയ്യുന്നുണ്ട്. അത് തുടർന്നു വരുന്നതാണ്. ഈ പരിപാടിയിൽ എല്ലാ സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന വ്യാപാരി വ്യവസായി സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ജോളി കാണ്ടാവനത്തിന് ഒരു വൃക്ഷത്തൈ കൈമാറിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ശുചിത്വ സന്ദേശയാത്രയുടെ പുളിങ്ങോത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഏറ്റുവാങ്ങാൻ ജോലിയെ ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH pre-entry level accredited and ISO certified hospital. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.